രോഗിയരെ അസുഖങ്ങളും അപകടങ്ങളും മൂലം ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിക്കുന്നു. അതിന്റെ എത്രയോ മടങ്ങ് പേർക്ക് ഗൗരവമായ പരിക്കുകൾ സംഭവിക്കുന്നു. ശരിയായ പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം തടയുവാനോ തീവ്രത കുറയ്ക്കുവാനോ സാധിക്കുമായിരുന്നു. ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ ഒരു സാധാരണ പൗരൻ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, യാതൊരു പ്രതികരണവുമില്ല, ശ്വാസോച്ഛ്വാസമില്ല എങ്കിൽ ചെയ്യേണ്ട COLS കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് അഥവാ നെഞ്ചമർത്തൽ മാത്രമായ ജീവൻ രക്ഷാ പ്രവർത്തനം. വിശദമായി ഇവയെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ വിശദീകരിച്ചിരുന്നു. അവ കാണാത്തവർ തീർച്ചയായും കാണണം. IMA കേരളയുടെ യൂട്യൂബ് ചാനലിൽ അവ ലഭ്യമാണ്. കുഴഞ്ഞു വീണ എല്ലാവരിലും നെഞ്ചമർത്തൽ വേണമെന്നില്ല. കുഴഞ്ഞു വീണ ആൾ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ ആശ്വാസകരമായ രീതിയിൽ കിടത്തിയ ശേഷം നിരീക്ഷിക്കുന്നതായിരിക്കും അഭികാമ്യം. വീഴ്ച മൂലം നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച രോഗികളെ നമ്മൾ ഇപ്രകാരമായിരിക്കും കാണുക. അത്തരം സാഹചര്യങ്ങളിൽ വീണ ആളുടെ നട്ടെല്ലിന് കൂടുതൽ ക്ഷതമോ ഇളക്കമോ സംഭവിക്കാത്ത രീതിയിൽ വേണം അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുവാനായിട്ട്. ശരിയായ ശ്വാസോച്ഛ്വാസമുണ്ട്. എന്നാൽ അബോധാവസ്ഥയിലോ അർദ്ധബോധാവസ്ഥയിലോ ആണെങ്കിലും നെഞ്ചമർത്തൽ വേണ്ടിവരില്ല. മോഹാലസ്യത്തിലും ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയിലും ഈ രീതിയിൽ കാണാനിടയുണ്ട്. ഈ അവസ്ഥയിൽ രോഗിയെ ചരിച്ചു കിടത്തി നിരീക്ഷിക്കുന്നതാണ് ഉത്തമം. വൈദ്യസഹായമെത്തിക്കാനും ശ്രമിക്കണം. വായിലുള്ള ദ്രാവകങ്ങൾ ശ്വാസകോശത്തിൽ പോകുന്നതിനെ ആസ്പിരേഷൻ എന്ന് പറയും. അബോധാവസ്ഥയിലുള്ള രോഗികളുടെ ഒരു പ്രധാന മരണകാരണം ആസ്പിരേഷനാണ്. ചരിച്ചു കിടത്തുമ്പോൾ ആസ്പിരേഷന്റെ സാധ്യത ഏറ്റവും കുറവായിരിക്കും. അബോധാവസ്ഥയിലുള്ള രോഗികളുടെ മറ്റൊരു പ്രധാന മരണകാരണം ശ്വാസതടസ്സമാണ്. നാവ് ശ്വാസപഥത്തിൽ വന്നു വീഴുന്നതാണ് ശ്വാസതടസ്സത്തിന് കാരണം. ചരിച്ചു കിടത്തുമ്പോൾ ശ്വാസതടസ്സത്തിന് സാധ്യത കുറവായിരിക്കും. ഉയരത്തിൽ നിന്ന് വീഴുന്നവരിലും അപകടത്തിൽപ്പെടുന്നവരിലും നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം രോഗികളെ നമ്മൾ ചരിച്ചു കിടത്തുമ്പോൾ നട്ടെല്ലിന് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ക്ഷതം കൂടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതാണ്. ഒരാൾ മാത്രമുള്ളപ്പോൾ അബോധാവസ്ഥയിലുള്ള ഒരു രോഗിയെ എങ്ങനെ ചരിച്ചു കിടത്താം എന്നാണ് നാം കാണാൻ പോകുന്നത്. രോഗിയുടെ ഒരു വശത്ത് മുട്ടുകുത്തി നിൽക്കുക. നിങ്ങളുടെ സമീപത്തുള്ള കൈമുട്ട് 90 ഡിഗ്രി വരത്തക്കവണ്ണം വെക്കുക. കൈ ശരീരത്തിന് ലംബമായിരിക്കണം. അപ്പുറത്തുള്ള കൈ നെഞ്ചിന്റെ മുകളിലൂടെ കൊണ്ടുവന്ന് സമീപത്തുള്ള മുഖത്തോട് ചേർത്ത് വെക്കുക. കൈയുടെ പുറംഭാഗം മുഖത്തോട് ചേർത്തിരിക്കണം. അപ്പുറത്തുള്ള കാൽമുട്ട് പാദം നിലത്തുവരതക്കവണ്ണം മടക്കി പിടിക്കുക. കഴുത്തും കാൽമുട്ടും പിടിച്ചുകൊണ്ട് രോഗിയെ നിങ്ങളുടെ വശത്തേക്ക് സാവധാനത്തിൽ ചരിക്കുക. കാൽമുട്ട് നിവർത്തുക. തല പുറകോട്ടാക്കുക. രോഗിയുടെ തല ഇടത്തെ കൈയിലാണ് ഇരിക്കുന്നത്. അതിനാൽ ഉമിനീരും വായിലുള്ള ദ്രാവകങ്ങളും പുറത്തേക്കൊഴുകിക്കൊള്ളും. തല പുറകോട്ടാക്കുന്നതിനാൽ ശ്വാസതടസ്സവും കുറവായിരിക്കും. രോഗിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ശരിയായ വൈദ്യസഹായം എത്തിക്കുവാനും ശ്രമിക്കണം. രോഗിയുടെ ശ്വാസോച്ഛ്വാസം നിൽക്കുകയോ അപര്യാപ്തമാക്കുകയോ ചെയ്താൽ മലർത്തിക്കിടത്തി നെഞ്ചമർത്തൽ ആരംഭിക്കണം. പ്രതികരണവും ശ്വാസോച്ഛ്വാസവും ഇല്ലാതെ ഒരു രോഗി ഏതാനും നെഞ്ചമർത്തലിനു ശേഷം പ്രതികരിക്കാൻ തുടങ്ങിയാലും നെഞ്ചമർത്തൽ തുടരേണ്ടതില്ല. ഇപ്രകാരം ചരിച്ചുകിടത്തി നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ മതിയാകും. കൂടുതൽ ആളുകൾ സഹായത്തിനുണ്ടെങ്കിൽ ലോഗ് റോൾ എന്ന രീതിയിൽ രോഗിയെ ചരിക്കുവാനും സ്ഥലത്തു നിന്ന് മാറ്റുവാനും സാധിക്കും. ഈ രീതി പിന്നീട് വിശദീകരിക്കാം. ഹൃദയസ്തംഭനത്തിൽ ആദ്യത്തെ 8-10 മിനിറ്റ് നെഞ്ചമർത്തൽ മാത്രം മതിയാകും. അതിനുശേഷം നെഞ്ചമർത്തലിനോടൊപ്പം കൃത്രിമ ശ്വാസോച്ഛ്വാസവും നൽകേണ്ടി വന്നേക്കാം. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുവാനുള്ള മാർഗങ്ങൾ പിന്നീട് വിശദീകരിക്കാം. ശരിയായ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ജനങ്ങളിലേക്ക് അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് അഥവാ അടിയന്തര ചികിത്സാ പരിശീലനം ആരംഭിച്ചത്.
സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭരണകൂടത്തിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാം. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിനായി IMA തയ്യാറാക്കുന്ന പുസ്തകങ്ങളും വീഡിയോകളും കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുമല്ലോ. ഓരോ പൗരനും ഒരു ജീവൻ രക്ഷാപ്രവർത്തകൻ. പരിശ്രമിക്കാം നമുക്കൊന്നായി. കാര്യക്ഷമമായ രീതിയിൽ ജീവൻ രക്ഷാപ്രവർത്തനം നൽകുവാൻ നാഡീമിടിപ്പ് നോക്കുന്ന രീതിയും രക്ഷാപ്രവർത്തകർ അറിഞ്ഞിരിക്കണം. പ്രതികരണമില്ലാത്ത ഒരു രോഗിയുടെ നാഡീമിടിപ്പ് നോക്കുന്ന രീതിയാണ് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നത്.